ഗീതത്തിൻ രാത്രി, ആത്മത്യാഗത്തിൻ രാത്രി, പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. രക്ഷതൻ അത്താഴമേകുന്ന പരിപാവനമായ രാത്രി. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, സുന്ദര പെസഹായുടെ നിർമ്മലമായ ആശംസകൾ. വേറിട്ടു നിൽക്കുന്നോനെ, വേർതിരി ഒന്നുമില്ലാതെ വാശിയോടെ മുത്തുവാൻ വീണ നിന്റെ പൊന്നു സ്നേഹം വാഴ്ത്തുന്നു ഞാൻ. സുഭാഷിതങ്ങൾ 18:1. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിക്കുവാൻ പഴുതു നോക്കുന്നു. ആദ്യം തന്നെ അവൻ വേർപെട്ടു, അവൻ ബന്ധം അവസാനിപ്പിച്ചു. വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവൻ പിന്നെ എങ്ങനെയും പഴുത് കണ്ടെത്തും. വഴക്കുണ്ടാക്കാനും തല്ലിപ്പിരിയാനും പഴുത് കണ്ടെത്തും. വേറിട്ട് നിൽക്കും. മനസ്സുകൊണ്ട് അകന്നു പോയവൻ പിന്നെ അതുവിധം പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞ് നന്മ ഒഴിവാക്കും. യൂദാസ് അതാണ് ചെയ്തത്. നന്മയാണെന്നും പരിശുദ്ധിയാണെന്നും അറിയാം, പക്ഷെ അവൻ തീരുമാനിച്ച് 30 വെള്ളിക്കാശിൻ്റെ പൊൻവെട്ടത്തിൽ തൻ്റെ ഹൃദയം പറിച്ചു മാറ്റി. ഇനി വേർപിരിഞ്ഞു പോകാൻ പഴുത് വേണമല്ലോ, അതിനതുവിധം പറഞ്ഞ് ഗുരുവിനോടകന്നു. നമുക്ക് ഒരു പെസഹ വരുന്നുണ്ട്. നമുക്ക് സത്യമാണെന്നറിയാവുന്ന, നമുക്ക് നമ്മെ സ്നേഹം കൊണ്ട് നേടിയ, നമുക്ക് വേണ്ടി ചോര ഉയർത്തിയ ചില മനുഷ്യരെ ഒഴിവാക്കാൻ നമ്മൾ പഴുത് കണ്ടെത്തും. ഒരിക്കൽ നമ്മളെ വളർത്തിയത്, ഓമനിച്ചത്, ഉയർത്തിയത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗമെടുത്തൊക്കെ മറന്നിട്ട് അവരെ മുത്തി ഒറ്റുമ്പം സുഭാഷിതങ്ങൾ 18:1 വേറിട്ട് നിൽക്കാൻ തീരുമാനിച്ചവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തുകയാണ്. അത് അവൻ്റെ കുറവാണ്. യൂദാസേ, നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇന്നറും പെസഹായിൽ നമുക്ക് വീണുമുത്താം ഈശോയുടെ കാലുകൾ. ഒരുപാട് പിഴവുകളുണ്ടായിട്ടും വേറിട്ട് നിന്ന് തന്നെ ഒരു വേർതിരിവില്ലാതെ കഴുകി വിശുദ്ധീകരിക്കുന്നവനായ ഈശോ നിന്നെയും കഴുകും, എന്നെയും കഴുകും. ആമേൻ. ആമേൻ. ആമേൻ.